പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ സംശയമാണ്. പ്രിയവ്രതോ ഭാഗവത ആത്മാരാമ കഥം മുനേ ഗൃഹേ രമതയൻ മൂല കർമ്മബന്ധപരാഭവ. സ്വയംഭൂമനുവിൻ്റെ പുത്രനായ പ്രിയവ്രതൻ ആത്മാരാമനായിട്ട് പരിവ്രാജക ഭാവത്തിൽ ഈ പ്രപഞ്ചത്തോട്, ഈ ലോകത്തോടൊരു ബന്ധവുമില്ലാതെ സന്യാസഭാവത്തിൽ സഞ്ചരിച്ച ആളാണല്ലോ. അത്തരത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞ് ഈ പ്രിയവ്രതൻ പിന്നീട് കല്യാണം കഴിച്ചു, മക്കളായി എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോ എല്ലാം ഉപേക്ഷിച്ചു പോയ സന്യാസിവര്യന്മാർക്ക് പോലും കർമ്മഫലം, പ്രാരബ്ധം അതനുഭവിക്കേണ്ടി വരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അനുഭവിക്കാനുള്ളതായ കർമ്മഫലം അത് ഇനി എന്തൊക്കെ തരത്തിൽ നമ്മൾ മറികടന്നാലും അനുഭവിക്കേണ്ടി വരും എന്നല്ലേ അതിൻ്റെ അർത്ഥം. അല്ലേ? ഭാര്യ, മക്കള്, വീട്, കുടുംബം ഇതൊക്കെ പ്രാരബ്ധാണ് എന്നുള്ളത് കൊണ്ടാണ് ചിലപ്പോ ഇതെല്ലാം വേണ്ടാന്ന് വെച്ച് സന്യാസിയാവുക. സന്യാസിയായപ്പോ എന്തായി എന്ന് വെച്ചാൽ ആശ്രമം, ശിഷ്യന്മാര്, അത് വേറൊരു പ്രാരബ്ധം അല്ലേ. അപ്പോ എല്ലാ തരത്തിലും പ്രാരബ്ധം, കർമ്മഫലം എന്നുള്ളത് ഒരു തരത്തിൽ നമ്മളെ വിട്ടുപോവാത്ത ഒന്നാണ്. ഇവിടെ പ്രിയവ്രതന്റെ കഥ എന്താ എന്ന് ചോദിച്ചപ്പോഴാണ് പ്രിയവ്രത ചരിതത്തെ പഞ്ചമസ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. സ്വയംഭൂമനുവിൻ്റെ മൂത്ത മകനാണ് പ്രിയവ്രതൻ. കുട്ടിക്കാലം മുതൽ ഈ പ്രിയവ്രതന്റെ വളർച്ചയിൽ വലിയൊരു മാറ്റം. എന്താ മാറ്റം എന്ന് വെച്ചാൽ, സാധാരണ കുട്ടികളെ പോലെയുള്ള കളികളിലോ ഒന്നും താല്പര്യമില്ല. അധികവും കണ്ണടച്ചിരിക്കുക, നാമം ജപിക്കുക, ഇതൊക്കെയാണ്. കൊട്ടാരത്തിനകത്ത് രാജകുമാരനായി കഴിയേണ്ട ആളാണെങ്കിലും വളരെ ലളിതമായ വസ്ത്രം, ലളിതമായ ആഭരണമൊക്കെ ധരിക്കുള്ളൂ. പട്ടുമെത്തയിൽ പ്രിയവ്രതൻ എന്ന രാജകുമാരനെ രാത്രിയിൽ കിടത്തിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ചിലപ്പോൾ വെറും നിലത്ത് കിടക്കുന്നുണ്ടാവും. സന്യാസിമാരെയൊക്കെ കണ്ട വലിയ സന്തോഷം, നാമം ജപം, ഇങ്ങനെയൊക്കെ അങ്ങ് പുറപ്പെട്ടപ്പോ അച്ഛനായ സ്വയംഭൂമനുവിന് വേവലാതിയായി. അല്ലേ? നമുക്കിപ്പോ സ്വയംഭൂമനുവിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. നമുക്കായാലും നമ്മുടെ മക്കള് നാമം ജപവും അമ്പലത്തിൽ പോക്കൊക്കെ തുടങ്ങിയാൽ സന്തോഷാവുമോ, ടെൻഷനാവുമോ? മക്കള് നാമം ജപിച്ചാൽ സന്തോഷാവുമോ? മക്കളെ നാമം ജപിച്ചാൽ സന്തോഷാവുമോ? അയ്യോ, ഒന്ന് നാമം ജപിച്ച് കണ്ടാൽ മതി എന്നാ മോഹം എന്നൊക്കെ ഇപ്പൊ തോന്നും. പക്ഷേ മക്കള് വല്ലാണ്ട് നാമം ജപവും അമ്പലത്തിൽ പോക്കൊക്കെ തുടങ്ങിയ സന്തോഷാവുമോ? ഇല്ല, ടെൻഷനാവും. അല്ലേ? കാരണം എന്താ? വല്ലാണ്ട് നാമം ജപമൊക്കെ തുടങ്ങിയാൽ നമ്മുടെ മനസ്സിൽ അപ്പോ വരുന്ന ചിന്ത, ഇവൻ വല്ല സന്യാസിയോ മറ്റോ ആയിപ്പോയി, അവസാനം എന്നെ നോക്കാൻ ആളില്ലാണ്ട്. അല്ലേ? എന്നിട്ടിപ്പോ എത്ര ആള് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം വേറെ. അപ്പൊ ഏതായാലും ഇവിടെ സ്വയംഭൂമനുവിനും ഇതന്നെയാണ് പ്രശ്നം. അദ്ദേഹത്തിന് സന്യാസിമാരോട് വിരോധമൊന്നുമില്ല, വലിയ ബഹുമാനാണ്. പക്ഷെ തൻ്റെ മകൻ സന്യാസഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു സംശയം. അവിടെയാണ് ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് പ്രിയവ്രതനെ എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞത്. ബ്രഹ്മാവിന് പിന്നെ കല്യാണം കഴിപ്പിക്കാൻ വലിയ താല്പര്യമുള്ള ആളാ. വന്ന് പ്രിയവ്രതനോട് പറഞ്ഞു, ഈ ആശ്രമത്തിൽ കഴിയണം എന്നല്ലേ നിനക്ക് ആഗ്രഹമുള്ളൂ? ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ കഴിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ നീ വിവാഹം കഴിക്കൂ. വിവാഹം കഴിച്ചാൽ അതും ഒരാശ്രമമാണ്. എന്താ ആശ്രമം? ഗൃഹസ്ഥാശ്രമം. അല്ലേ? അപ്പൊ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹസ്ഥന്റെ ജീവിതവും ആശ്രമതുല്യമാവണം. എന്താ ആശ്രമത്തിന്റെ പ്രത്യേകത? ആശ്രമത്തിൽ പോയിട്ടുണ്ടോ? ആശ്രമത്തിൽ തല എങ്ങോട്ടെങ്കിലും ഇടയ്ക്ക് കുലുക്കുക. ആശ്രമത്തിൽ പോയിട്ടുണ്ടോ? ആശ്രമത്തിൽ പോയാൽ എന്താ? അവിടുത്തെ അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. അപ്പൊ ഗൃഹസ്ഥാശ്രമികളാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹത്തിലെ അന്തരീക്ഷവും എങ്ങനെയാവണം? ശാന്തമാവണം. അല്ലേ? ഗേറ്റിന്റെ അടുത്ത് ശാന്തി നിലയം എന്നൊക്കെ പേരുണ്ടാവും. ഉള്ളിൽ കയറിയാൽ അതില്ലെങ്കിൽ എന്ത് ഫലം? അപ്പോ ഈ ഗൃഹസ്ഥാശ്രമികൾക്ക് അതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? പഞ്ചയജ്ഞങ്ങൾ അവിടെ അനുഷ്ഠിക്കണം. ദേവയജ്ഞം, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം തുടങ്ങിയിട്ടുള്ളതായ യജ്ഞങ്ങൾ ചെയ്ത്
വേണ്ടതുപോലെയുള്ള ധർമ്മത്തെ ഒരു ഗൃഹസ്ഥാശ്രമി ചെയ്യുന്നുണ്ടെങ്കിൽ സന്യാസത്തിന് തുല്യമായ ബഹുമാനം അവർക്ക് കൊടുക്കണം. കാരണം ഗൃഹസ്ഥാശ്രമം എന്നുള്ള ആ ആശ്രമ പദ്ധതിയാണ് മറ്റുള്ള 3 ആശ്രമങ്ങളുടെയും അടിസ്ഥാനം. അല്ലേ? ഗൃഹസ്ഥാശ്രമം ഇല്ലെങ്കിൽ ബ്രഹ്മചാരികൾ ഉണ്ടാവില്ല. ഗൃഹസ്ഥാശ്രമം ഇല്ലെങ്കിൽ വാനപ്രസ്ഥന്മാരോ സന്യാസിമാരോ ഉണ്ടാവില്ല. അപ്പോ ഗൃഹസ്ഥാശ്രമം മോശമായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയവ്രതനെ നിർബന്ധിച്ചൊരു കല്യാണം കഴിപ്പിച്ചു ബ്രഹ്മാവ്. കല്യാണം ഒന്ന് കഴിഞ്ഞപ്പോ പ്രിയവ്രതൻ ആദ്യകാലത്ത് തോന്നി കല്യാണം കഴിച്ചപ്പോ സുഖായി, വീണ്ടും ഒന്നും കൂടെ കഴിച്ചു. അതിലൊരു ഭാര്യയില് ഉത്തമൻ, താമസൻ, രൈവതൻ എന്നിങ്ങനെ 3 മക്കളുണ്ടായി. അടുത്ത ഭാര്യയില് ആഗ്നീത്രൻ, യുഗ്മജിഹു, യജ്ഞഭാഹു, കൃതപൃഷ്ടൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രി, കവി തുടങ്ങിയിട്ടുള്ളതായ മക്കളുണ്ടായി. ഈ പ്രിയവ്രതൻ ലോകത്തിന് മുഴുവൻ പ്രകാശം ചൊരിയണം എന്നുള്ളതായ ആഗ്രഹവുമായിട്ട് ഒരു രഥയാത്ര നടത്തി എന്നും അന്ന് പ്രിയവ്രതന്റെ രഥചക്രം ഉരുണ്ടുപോയ ചാലുകളാണ് പിന്നീട് സമുദ്രങ്ങളായത്. ഇടയിലുള്ള കരഭാഗങ്ങളാണ് ജംബു, പ്ലക്ഷം, ശാൽമലി, കുശം, ശാകം, പുഷ്കരം, ക്രൗഞ്ചം എന്നിങ്ങനെയുള്ള 7 ദ്വീപുകളായി തീർന്നത് എന്നും സൂചിപ്പിച്ചു. ഇവിടെ ഈ പ്രിയവ്രതന്റെ മൂത്ത മകനാണ് ആഗ്നീത്രൻ. ഒരിക്കൽ ഈ ആഗ്നീത്രൻ അച്ഛനെ ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് തപസ് ചെയ്യണം എന്ന് മോഹമുണ്ട്. അപ്പൊ പ്രിയവ്രതന് സന്തോഷമായി. കാരണം താനോ തപസ് ചെയ്യാൻ പോയി അവസാനം കല്യാണം കഴിക്കുകയുണ്ടായത്. എന്നാൽ ഇവൻ തപസ് ചെയ്യട്ടെ. ആഗ്നീത്രനോട് ഈ പ്രിയവ്രതൻ ചോദിച്ചു, അല്ല, നീ എന്തിനാ തപസ് ചെയ്യണത്? അപ്പോ ആഗ്നീത്രൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാ തപസ് ചെയ്യണത്. കാരണം അച്ഛൻ കല്യാണം കഴിച്ചത് തപസ് ചെയ്തിട്ടല്ലേ? അപ്പോ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ആര്? രക്ഷിതാക്കള്. നമ്മളെ കണ്ടിട്ടാ മക്കള് വളരുന്നത്. ഇവിടെ എല്ലാ തരത്തിലും ആഗ്നീത്രൻ തപസ് തുടങ്ങി. ഒരു നദിയുടെ തീരത്ത് ആശ്രമൊക്കെ കെട്ടി അതിഗംഭീരമായിട്ട് തപസ് ആരംഭിച്ചപ്പോഴാണ് ബ്രഹ്മാവിന്റെ സദസ്സിലുള്ള പൂർവചിത്തി എന്ന് പേരായ സുന്ദരിയായ ഒരു അപ്സരസ് അവിടുന്ന് കുറച്ചു ദിവസം ലീവ് എടുത്ത് ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ പൂർവചിത്തി എന്നുള്ള അപ്സരസ് വന്നു എന്ന് മാത്രല്ല, ആഗ്നീത്രൻ തപസ് ചെയ്യുന്ന ആശ്രമത്തിന്റെ പുറത്തുകൂടി ഈ പൂർവചിത്തി നടന്നുപോയി. ഇതിപ്പോ ഭാഗവതത്ത് പറയുന്നത് കൊണ്ട് നമുക്ക് നടന്നു പോയി എന്ന് ഉറപ്പിക്കാം. പക്ഷേ തപസ് ചെയ്യുന്ന ആഗ്നീത്രൻ ഇവള് നടന്നു പോയതറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ഖണഖണായമാനരുചിര ചരണാഭരണസ്വനമുപാകർണ്യ. നടന്നു പോകുന്ന സമയത്ത് പൂർവചിത്തിയുടെ കാലിലുള്ള പാദസരത്തിലെ മണികൾ കിലുങ്ങി. ആ പൂർവചിത്തിയുടെ കാലിലെ പാദസരത്തിന്റെ മണികളുടെ കിലുക്കം കേട്ടപ്പോ തപസ് ചെയ്യുന്ന അഗ്നിദ്രൻ കണ്ണു തുറന്നു. അത്ര ഗംഭീരം തപസ്സായിരുന്നു. കണ്ണു തുറന്നപ്പോ കണ്ടത് പൂർവചിത്തിയെ. ഇതുവരെ ഗുരുവായൂരപ്പന്റെ കണ്ണിനെന്താ ഭംഗി, ഗുരുവായൂരപ്പന്റെ ചുണ്ടിനെന്താ ഭംഗി, ഗുരുവായൂരപ്പന്റെ കവിളിനെന്താ ഭംഗി എന്ന് സ്തുതിച്ച ആ ആഗ്നീദ്രൻ ഗുരുവായൂരപ്പന്റെ സ്തുതിയൊക്കെ അവിടെ നിർത്തി പൂർവചിത്തിയുടെ പിറകെ അവളുടെ കണ്ണിന്റെ, അവളുടെ ചുണ്ടിന്റെ, അവളുടെ കവളുടെ സൗന്ദര്യം പറഞ്ഞ് പ്രണയ ഗാനവുമായിട്ട് ചെന്നു. ഇന്നിപ്പോ സിനിമയിലൊക്കെ നായികയ്ക്ക് നായകനോട് എപ്പോഴാ പ്രേമം വരിക? പാട്ട് കേൾക്കുമ്പോഴാ. ഇതൊക്കെ വേദവ്യാസന്റെ ഭാഗവതം എന്ന ഈ ചലച്ചിത്രത്തില് നമുക്ക് ഭംഗിയായിട്ട് കാണാം. ഈ ആഗ്നീദ്രന്റെ പ്രേമഗാനത്തിൽ മയങ്ങി ആര്? പൂർവചിത്തി. പാട്ടുപാടി പാട്ടിലാക്കി. അങ്ങനെ പൂർവചിത്തിയെ വിവാഹം ചെയ്തു ആഗ്നീദ്രൻ. അതിൽ നാഭി, കിംപുരുഷൻ, ഹരിപരുഷൻ, ഇലാവൃതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരു, ഭദ്രാശ്വൻ, കേതുമാലൻ എന്നിങ്ങനെയുള്ളതായ മക്കളുണ്ടായി. ഈ മക്കളിൽ മൂത്തവനാണ് നാഭി മഹാരാജാവ്. മേരുദേവി എന്ന കന്യകയെ വിവാഹം ചെയ്തു. പക്ഷേ നാഭി മഹാരാജാവിനും മേരുദേവിക്കും സന്താന ഭാഗ്യം ഉണ്ടായില്ല. ഇവിടെ അവരുടെ സങ്കടം കണ്ട് പ്രജകൾ എല്ലാവരും ചേർന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ അവതരിച്ചു. യജ്ഞശാലയിൽ യജ്ഞസ്വരൂപിയായി അവതരിച്ചതായ ഭഗവാനോട് പ്രജകൾ പറഞ്ഞു, ഭഗവാനെ, മരണകാലത്തും അങ്ങയുടെ തിരുനാമം ജപിക്കാൻ സാധിക്കണേ എന്നൊക്കെയാണ് അങ്ങയെ കാണുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ഞങ്ങൾക്കിപ്പോ ഒരു മോഹമുണ്ട്. എന്താ മോഹം? ഞങ്ങളുടെ രാജാവിനൊരു സന്താനമില്ല. ഞങ്ങളുടെ രാജാവിനൊരു സന്താനമില്ല. അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവണം. ഇതാണ് ഞങ്ങളുടെ മോഹം. ഇത്ര കാലം അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവണം എന്ന് മാത്രമേ മോഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ
ആനന്ദസ്വരൂപനായ അങ്ങയെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു മോഹം എന്താ അറിയോ, അദ്ദേഹത്തിന്റെ കുട്ടിയായിട്ട് അങ്ങ് തന്നെ വരണം, ഞങ്ങളുടെ രാജാവിന്റെ മകനായിട്ട് അങ്ങ് തന്നെ അവതരിക്കണം. അങ്ങനെ ഭഗവാൻ തന്നെ നാഭിയുടെയും ഏരുദേവിയുടെയും പുത്രനായിട്ട് ശ്രേഷ്ഠൻ എന്നർത്ഥം വരുന്ന ഋഷഭൻ എന്ന നാമത്തിൽ അവതരിച്ചു. ഋഷഭാവതാരം. ഈ ഋഷഭദേവൻ ഇന്ദ്രന്റെ മകളായ ജയന്തിയെ വിവാഹം ചെയ്തു. അതിൽ 100 ആൺമക്കൾ അദ്ദേഹത്തിനുണ്ടായി. ആ 100 ആൺമക്കളിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായിരുന്നു ഭരതൻ എന്ന് ഓർമ്മിപ്പിച്ചു. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായന്, ആവിർഹോത്രൻ, ദ്രുവിളൻ, ചമസൻ, കരഭാജനൻ എന്നിങ്ങനെയുള്ള 9 ആൾക്കാര് ഭാഗവതോത്തമന്മാരായ യോഗീശ്വരന്മാരായി തീർന്നു. ഇവരെ നവയോഗികൾ എന്നാണ് വിളിക്കുക. ഈ നവയോഗികളെ നമുക്ക് പരിചയപ്പെടാം. എപ്പോ? ഭാഗവതത്തില് ഏകാദശ സ്കന്ധത്തില് നിമി നവയോഗി സംവാദം എന്ന ഭാവത്തിൽ ഭാഗവത ധർമ്മം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ യോഗീശ്വരന്മാരാണ്. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് ചെയ്യുന്ന ഏതൊരു കർമ്മവും ഭഗവന്റെ നാരായണന്റെ പാദത്തിലേക്ക് ഭഗവാന്റെ സന്തോഷത്തിനായി സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന ഭാഗവത ധർമ്മം നമുക്ക് ഉപദേശിച്ച് തരാൻ പോകുന്നത് ഈ യോഗീശ്വരന്മാരാണ്. ശേഷിച്ച 9 ആൾക്കാര് ഈ ജംബുദ്വീപിന്റെ 9 ഖണ്ഡങ്ങളെ ഭരിച്ചു. 81 ആൾക്കാര് വേദമാർഗത്തെ സ്വീകരിച്ച് ബ്രഹ്മജ്ഞാനികളായി തീർന്നു എന്ന് പറഞ്ഞു. ഇവിടെ ബ്രഹ്മാവർത്തം എന്നു പേരായ ഒരു സഭയിൽ വെച്ച് ഒരിക്കൽ ഈ ഋഷഭദേവൻ തൻ്റെ 100 മക്കളെയും മുൻപിലിരുത്തിയിട്ട് ഒരു പ്രഭാഷണം ചെയ്തു എന്നാണ്. തൻ്റെ 100 മക്കളെയും മുൻപിലിരുത്തി ഋഷഭദേവൻ തൻ്റെ കുട്ടികൾക്ക് ഭാഗവത ധർമ്മം ഉപദേശിച്ചു കൊടുത്തു. എന്താ ഋഷഭദേവൻ മക്കളോട് പറയണത്? നായം ദേഹോ ദേഹഭാജാം ത്രിലോകേ കഷ്ടാൻ കാമാനർഹതേ വിഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേദ്യസ്മാൽ ബ്രഹ്മസൗഖ്യം തു അനന്തം നായം ദേഹോ. കുട്ടികളെ, ഈ മനുഷ്യജന്മം എന്നുള്ളത് മറ്റുള്ള ജീവജാലങ്ങളെ പോലെയുള്ളതല്ല അല്ലേ? എന്തോ ഒരു മഹത്വം നമ്മൾ മനുഷ്യന്മാർക്കുണ്ട്. മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് എന്തോ ഒരു മാറ്റമുണ്ട് നമുക്ക്. അത് 2 കാലിൽ നടക്കണതോ 2 കണ്ണുള്ളതോ ഒന്നുമല്ല അല്ലേ? എന്നു മാത്രമല്ല, ശരീരത്തിന്റെ ബലം വെച്ച് നോക്കിയാലും ഇന്ദ്രിയങ്ങളുടെ ബലം വെച്ച് നോക്കിയാലും നമ്മളെക്കാൾ കഴിവ് മറ്റുള്ള ജീവജാലങ്ങൾക്കാണ് അല്ലേ? ഒരാനയുടെ അത്ര ശരീരബലമൊന്നും നമ്മൾ മനുഷ്യന്മാർക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ പെൻസിൽ പോലൊരു പാപ്പാനായി ആനയെ നിയന്ത്രിക്കണത്. അപ്പോ എല്ലാ തരത്തിലും കഴുകന്റെ അല്ലേ, പരുന്തിന്റെ അത്ര കാഴ്ചശക്തിയൊന്നും നമുക്കില്ല. നായയുടെ അത്ര ഘ്രാണശക്തി നമുക്കില്ല. എന്തിനു പറയണു? ഒരു ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടിന്റെ കഴിവ് അല്ലേ, ഒരു പൂവിൽ നിന്ന് പൂന്തേനിനെ വേർതിരിച്ചിരിക്കുന്ന കഴിവ്, ആ കഴിവൊന്നും നമുക്കില്ല. ഈയിടെ ഞാൻ എവിടെയോ വായിച്ചു, ഒരു ഉറുമ്പിന് ഒരു അരിമണി കൊണ്ടുപോകാൻ സാധിക്കണു അല്ലേ? ഉറുമ്പിന് അരിമണി, ഒരു ഉറുമ്പ് ഒരു അരിമണി എടുത്തു പോണ കണ്ടിട്ടില്ലേ നിങ്ങള്? നമുക്ക് സാധിക്കൂ ഒരരിമണി കൊണ്ടുപോകാനോ? ഒരരിമണി കൊണ്ടുപോകാനല്ല. ഈ അരിമണി എന്ന് പറയുന്നതുണ്ടല്ലോ, ഉറുമ്പിനെ സംബന്ധിച്ച് അതിന്റെ ശരീരഭാരത്തിന്റെ 40 ഇരട്ടിയോളമാണ് ഒരരിമണിയുടെ ഭാരം. ഉറുമ്പിന്റെ ശരീരഭാരത്തിന്റെ 40 ഇരട്ടി. നമുക്ക് നമ്മുടെ ശരീരഭാരത്തിന്റെ 40 ഇരട്ടി പൊക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ കഴിവൊന്നും നമുക്കില്ല. അപ്പോ മറ്റ് ലൗകികമായ ഭാവത്തിൽ നോക്കിയാൽ ശരീരബലത്തിലും ഇന്ദ്രിയ ബലത്തിലും ഒക്കെ നമ്മളെക്കാൾ മറ്റ് ജീവജാലങ്ങൾക്ക് കേമത്തുണ്ട്. പക്ഷെ നമ്മൾ അവരെക്കാൾ ബഹുമാനിക്കണു ആരെ? മനുഷ്യന്മാരെ. ഇവിടെ ഇപ്പൊ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നു.
എത്ര ജീവജാലങ്ങൾ വേണമെങ്കിൽ കയറി വരാം. ഒരു നായ കുറച്ച് ഭാഗവതം കേൾക്കാം വെച്ച് ഇങ്ങോട്ട് കയറി വന്നാൽ നമ്മൾ വരൂ 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 ഇരിക്കൂ എന്ന് പറയോ? നായ ഇങ്ങോട്ട് ഇപ്പൊ കയറി വന്നാൽ ഇരിക്കൂ എന്ന് പറയോ? ഇല്ല. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയലും കല്ല് പറക്കി എറിയലും കഴിയും അല്ലേ? ഒരു പൂച്ച വന്നാൽ നമ്മൾ അതിനെ അട്ടി ഓടിക്കും. ഒരു മനുഷ്യൻ വന്നാലോ എന്തൊരു സൗകര്യ! ഇരിക്കാൻ കസേര കൊടുക്കുന്നു, ഫാനിട്ട് കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു. ഈ നേരത്തെ വന്ന ജീവജാലത്ത് നീ മനുഷ്യൻ എന്താ കേമത്തുള്ളത്? ഒറ്റയൊന്നേ ഉള്ളൂ, ഈശ്വരനെ അറിഞ്ഞുപാസന ചെയ്യാനുള്ള വിശേഷ ബുദ്ധി, ബ്രഹ്മാവലോകധിഷണ അല്ലേ? അപ്പോ ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് ഉപാസന ചെയ്യാൻ മനുഷ്യജന്മത്തിന് മാത്രമേ സാധിക്കൂ. ഈ ലോകത്തിൽ എത്രയോ ജീവജാലങ്ങൾ ഈശ്വരോപാസന ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അത് ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല അല്ലേ? ഇപ്പൊ ഗുരുവായൂര് നമ്മളൊക്കെ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ ഗുരുവായൂരപ്പനെ നിത്യവും തൻ്റെ മസ്തകത്തിൽ എടുത്ത് നടക്കുന്നുണ്ട്. ആര്? ഒരു സാധാരണ ജന്തു, ഒരാന അല്ലേ? നമ്മൾ പറയും എന്തൊരു ഭാഗ്യ, ആനയ്ക്ക് ഗുരുവായൂരപ്പനെ തലയിൽ വെക്കാലോ. പക്ഷെ ഇപ്പൊ ആന അറിയണുണ്ടാവുമോ തലയുടെ മുകളിൽ ഗുരുവായൂരപ്പൻ ഉണ്ടോന്ന്? ആന അറിയണുണ്ടാവുമോ? അറിയില്ല. ചിലപ്പോ അറിയണുണ്ടാവാം, ചിലപ്പോ അറിയണുണ്ടാവില്ല അല്ലേ? ഇപ്പൊ വലിയ ഉത്സവമൊക്കെ കഴിഞ്ഞാൽ ഈ തിടമ്പേറ്റിയ ആനകള് ഉത്സവം കഴിഞ്ഞു പോകുമ്പോ നമുക്ക് കാണാം ഈ ആനയെ പാപ്പാന്മാര് നടയിൽ കൊണ്ടുവന്നിട്ട് ഒരു ആക്ഷൻ കാണിപ്പിക്കും. നമ്മൾ എന്താ പറയാ? ആന നമസ്കരിച്ചു. ആന നമസ്കരിക്കുകയാണോ? അല്ല, പാപ്പാൻ ആനയ്ക്കിപ്പോ ഇത് നമസ്കാരാണെന്നൊന്നും അറിയണമെന്നില്ല. അതിങ്ങനെ അയാൾ പഠിപ്പിച്ചൊരു ആക്ഷൻ കാണിക്കുക. ചിലപ്പോ നമസ്കരിക്കുന്നതാവാം, നമുക്ക് ഉറപ്പില്ല. ഒരു തത്തയെ പിടിച്ചിട്ട് നിങ്ങള് ചെറിയ പ്രായത്തിൽ ഒരു തത്തയെ പിടിച്ചിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പഠിപ്പിച്ചാൽ ആ തത്ത പറയില്ലേ? അങ്ങനെ ഹരേ രാമ എന്ന് ജപിക്കുന്ന ഒരു തത്തയെ നോക്കിയിട്ട് നമ്മൾ പറയോ എന്തൊരു ഭക്തിയാ തത്തയ്ക്ക്, എപ്പോഴും നാമം ജപ, വലിയ ഭക്തിയാ എന്ന് പറയോ? അതിനിപ്പോ ഇത് നാമം ജപാണെന്നൊന്നും അറിയില്ല. അത് കേട്ട ഒരു ശബ്ദം ഉണ്ടാക്കുക ചെയ്യുന്നത് അല്ലേ? എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് മനുഷ്യൻ അല്ലേ? ഒരാളിപ്പോ ഇവിടെ വന്ന് നമസ്കരിച്ചാൽ നമുക്ക് ഉറപ്പിക്കാം എന്ത്, അയാൾക്ക് ഇത് ഈശ്വരനാണ് എന്നും ഇവിടെ നമസ്കരിക്കണം എന്ന് അറിഞ്ഞിട്ട് ചെയ്യണത്. ഒരാള് ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അയാള് ഭഗവാന്റെ നാമം ജപിക്കുക. ഒരാള് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അയാള് ഭഗവതിയെ പ്രദക്ഷിണം വയ്ക്കുക ചെയ്യണത്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ ഉപാസന ചെയ്യാൻ, അറിഞ്ഞുകൊണ്ട് ഭഗവാനെ സേവിക്കാൻ മനുഷ്യജന്മത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അല്ല കേവലം ഈ ശരീരത്തിന്റെ സുഖത്തിനും ഇന്ദ്രിയങ്ങളുടെ സുഖത്തിനുമാണ് മനുഷ്യജന്മം കിട്ടിയ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ വിഡ്ഭുജാമ്യേ, അത് നമുക്ക് മാത്രല്ല കൃമിജന്മത്തിനുമെളുതാം ഈ വിധം വിഷയസുഖം. ശരീരസുഖം എന്നുള്ളത് എല്ലാ ജീവജാലങ്ങൾക്കും കിട്ടുന്നുണ്ട് അല്ലേ? ഈച്ച, പൂച്ച, പാറ്റ, പന്നി എന്ന് തുടങ്ങി സകല ജീവജാലങ്ങൾക്കും ശരീരസുഖം കിട്ടുന്നുണ്ട്. മാർക്കറ്റില് അഴുക്ക് ചാലുണ്ടാവില്ലേ? ഓടയുണ്ടാവില്ലേ അഴുക്ക് ചാല്? ആ അഴുക്ക് ചാലിലേക്കൊന്ന് നോക്കുക നിങ്ങൾ. ആ അഴുക്ക് ചാലിലെ കറുത്ത് വെളുത്ത് ഇരുണ്ടതായ ആ അഴുക്കിന്റെ ഉള്ളില് പുഴുക്കൾ ഇങ്ങനെ പൊളയ്ക്കുന്നുണ്ടാവും. അഴുക്കില് പുഴുക്കൾ ഇങ്ങനെ, അയ്യോ ഇനി പറയണ്ട, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ളതാ അല്ലേ? നമുക്ക് ഈ അഴുക്ക് പുഴുക്കൾ എന്നൊക്കെ പറയുമ്പോ അയ്യോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ആ പുഴുവിനിപ്പോ വൃത്തികേട് തോന്നുന്നുണ്ടാവൂ? അഴുക്ക് ചാലില് കിടക്കുന്ന പുഴുവിനോട് ചോദിച്ചാൽ അത് പറയും എന്തൊരു സുഖം അറിയോ ഈ അഴുക്കിൽ ഇങ്ങനെ പൊളഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെയുള്ള ശരീരസുഖം മാത്രമേ നമുക്ക് വേണ്ടൂ മനുഷ്യജന്മം കിട്ടിയിട്ട് എന്നുണ്ടെങ്കിൽ എന്തിനാ മനുഷ്യനായത് എന്നാ ഭാഗവതം ചോദിക്കണത്. എല്ലാവർക്കും കിട്ടുന്നുണ്ടത്. അപ്പൊ സാമാന്യധർമ്മം എന്ന് പറയുന്നതുണ്ട്. അതായത് മനുഷ്യജന്മം ലഭിച്ചാൽ സാധാരണ ഒരു പ്രാണിക്കുള്ള ഒരു ധർമ്മം ഏതൊക്കെയാ? അത് ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യധർമ്മാണി. ഏതൊരു ജീവജാലവും ചെയ്യുന്ന കാര്യമാണ് ആഹാരം കഴിക്കല് അല്ലേ? പിന്നെ ഉറങ്ങല്, പിന്നെ
മറ്റുള്ള ശരീര മൈഥുനാദി സുഖങ്ങൾ അനുഭവിക്കല്. ഇതെല്ലാ ജീവജാലങ്ങൾക്കും പറഞ്ഞിട്ടുള്ള ധർമ്മമാണ്. എന്നു മാത്രല്ല, ഈ പറഞ്ഞ 3 കാര്യത്തിലും നമ്മളെക്കാൾ മാന്യത മറ്റ് ജീവജാലങ്ങൾക്കാണ്. അല്ലേ? ഇപ്പൊ ആഹാരത്തിന്റെ കാര്യത്തിൽ മനുഷ്യനേക്കാൾ മാന്യത മറ്റ് ജീവജാലങ്ങൾക്കുണ്ട്. ഒരു പശുവിനെ നിങ്ങൾ അഴിച്ചു വിട്ടാൽ ആ പശു ചിലതൊക്കെ തിന്നും, ചിലതൊന്നും തിന്നില്ല. ഏതാ തിന്നേണ്ടത്, എപ്പോഴാ തിന്നേണ്ടത് എന്നൊരു ബോധം അതിനുണ്ട്. നമുക്കുണ്ടോ? അല്ലേ? ഇപ്പൊ വന്ന് എന്തും തിന്നാന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. നമുക്ക് ഈ പുഴു എന്നൊക്കെ പറയുമ്പോൾ വൃത്തികേട് ഇല്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ വാങ്ങിയ ഒരു ആഹാരത്തിൽ പുഴു ഉണ്ടെങ്കിൽ കേസ് കൊടുക്കും നമ്മൾ. പക്ഷെ ചൈനയിൽ പോയി നോക്കുക, അവര് പൈസ കൊടുത്തിട്ട് പുഴുവിനെ വാങ്ങി തിന്നു. ഇപ്പൊ അത്യാവശ്യം നമ്മുടെ നാട്ടിലേക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സംഗതികളൊക്കെ, അല്ലേ? അപ്പൊ ഇപ്പൊ പുഴുവിനെ കണ്ടാൽ നമ്മൾ കേസ് കൊടുക്കണമെന്ന് കണ്ടാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ഇതിലെന്താ പുഴുവിനെ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് കേസ് കൊടുക്കും. അങ്ങനെ എന്തും തിന്നാന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പൊ നമ്മൾ പോണത്. ആഹാരത്തിന്റെ കാര്യത്തില് മറ്റ് മൃഗങ്ങളുടെ മാന്യത പോലും ഇപ്പൊ നമ്മൾ മനുഷ്യന്മാർക്കില്ല. ഉറക്കത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ ഡീസന്റ് മറ്റ് ജീവജാലങ്ങളാണ്, അല്ലേ? നമുക്ക് പിന്നെ സ്ഥലത്തുനിന്ന് ഉറങ്ങാനൊന്നുമില്ല. എപ്പോ കട്ടിയാലും ചാൻസ് കിട്ടിയാൽ നമ്മൾ ഉറങ്ങും. എന്നാൽ മറ്റ് ജീവജാലങ്ങൾ അങ്ങനെയല്ല. അലാറം മുട്ടാണ്ട തന്നെ ഈ പക്ഷികളൊക്കെ പ്രഭാതത്തില് പറന്നുയരണുണ്ടെങ്കിൽ ഉറക്കത്തിന്റെ കാര്യത്തിൽ അവരെന്നെയാ മാന്യത. അപ്പോ ഏതൊരു കാര്യം നോക്കിയാലും സാമാന്യധർമ്മത്തിൽ മനുഷ്യനേക്കാൾ അവർക്ക് മാന്യതയുണ്ടെങ്കിൽ പിന്നെയും മനുഷ്യൻ എന്താ ശ്രേഷ്ഠത എന്നാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടയവനായിരിക്കുന്ന ഈശ്വരനെ ആശ്രയിക്കാനും ആരാധിക്കാനുമുള്ള കഴിവ് മനുഷ്യജന്മത്തിന് മാത്രമേ ഉള്ളൂ. ആ ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യോഷിതാം സംഗി സംഘം, യോഷിത്തുക്കളായ, അതായത് ലൗകികമായ കാര്യങ്ങളെ പറയുന്ന ആൾക്കാരുമായിട്ടുള്ള സംഘം ഒഴിവാക്കൂ. ലൗകികമായ വാക്കുകളുടെ പ്രത്യേകത എന്താ? അത് നമ്മുടെ ഉള്ളിൽ കൂടുതൽ ടെൻഷൻ കൂട്ടേയുള്ളൂ. ലൗകികമായ കഥകളൊക്കെ നമുക്ക് വേവലാതി കൂട്ടേയുള്ളൂ, അല്ലേ? വല്ലാണ്ട് ടെൻഷൻ കൂടിയപ്പോ ഇയാള് തീരുമാനിച്ചു TV കാണാൻ തുടങ്ങാം, എന്നാ ടെൻഷൻ കുറയല്ലോ. മക്കളെ കുറിച്ചിട്ടും കുടുംബത്തെ കുറിച്ചൊക്കെയുള്ള വേവലാതി മാറാൻ വേണ്ടിയിട്ട് ഇയാള് TV കാണാൻ തുടങ്ങി. 1 മാസം TV കാണുമ്പോഴേക്ക് എന്തായി? TV കണ്ടപ്പോ എന്തായി? ടെൻഷൻ കുറഞ്ഞോ ടെൻഷൻ കൂടിയോ? 1 മാസം TV അടുപ്പിച്ച് കണ്ടപ്പോഴേക്കുണ്ടല്ലോ ടെൻഷൻ ഇപ്പൊ ഇരട്ടിയായി. ഇത്ര കാലം സ്വന്തം കുടുംബത്തിന്റെ ടെൻഷനേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോ 6 മണി മുതൽ 6:30 വരെ അമ്മായി അമ്മയുടെ ടെൻഷൻ, 6 മുതൽ 7 മണി വരെ മരുമകളുടെ ടെൻഷൻ, 7 മണി മുതൽ 8 മണി വരെ പേരക്കുട്ടിയുടെ ടെൻഷൻ. ചുരുക്കി പറഞ്ഞാൽ ടെൻഷൻ കുറയാൻ കാണാൻ തുടങ്ങിയതാണ്. ഇപ്പൊ അതും കൂടി തലയിൽ കയറി. എന്നാൽ ഭഗവാന്റെ കഥ കേട്ടിട്ട്, ഭാഗവതം കേട്ടിട്ട് ഇന്ന് വരെ ഒരാളും ടെൻഷൻ അടിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്, അല്ലേ? ഒരാളും ഇതുവരെ എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല, അയ്യോ ഞാൻ നാളെ വരില്ല കേട്ടോ, എന്തേ കൃഷ്ണാവതാരം കേട്ടിട്ട് ഞാൻ വല്ലാണ്ട് ടെൻഷൻ അടിച്ചു പോയി എന്ന് പറഞ്ഞിട്ടില്ല. രുക്മിണി സ്വയംവരം കേട്ടിട്ട് ഞാൻ വല്ലാണ്ട് വിഷമിച്ചു പോയി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ എത്രയോ ദുഃഖങ്ങള്, എത്രയോ വിഷമങ്ങളുള്ള ആൾക്കാര് ഭഗവാന്റെ കഥകൾ കേട്ട് എല്ലാം മറന്ന് ആനന്ദിക്കുന്നത് ഞങ്ങള് കാണാറുമുണ്ട്. അപ്പോ ഈശ്വര കഥകളെ കേട്ട് ആ നിത്യാനന്ദ സ്വരൂപനായി ബ്രഹ്മസൗഖ്യം തു അനന്തം, അനന്തമായ ബ്രഹ്മസൗഖ്യത്തെ, നിത്യമായ സുഖത്തെ തരുന്ന ഭഗവാനെ ആശ്രയിക്കൂ. മറ്റുള്ള വസ്തുക്കളൊന്നും സുഖം തരുന്നില്ല എന്നല്ല, അല്ലേ? മറ്റുള്ള വസ്തുക്കളുടെ സുഖം മോശമൊന്നുമല്ല. പക്ഷേ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സുഖം അത് നിത്യമല്ല, ശാശ്വതമല്ല. ഇപ്പോ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾക്കൊരു സുഖമുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾക്കൊരു സുഖമുണ്ട്. ഉണ്ടോ? ചിലരുടെ മുഖം കാണുമ്പോൾ അത്ര സുഖം തോന്നണില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ ഇവിടെ ഇരിക്കുന്ന സകലരുടെയും മുഖം ശ്രദ്ധിക്കുന്നുണ്ടേ. അപ്പോ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ നമുക്കൊരു സുഖമുണ്ട്. എന്താ ഇവിടെ ഇരിക്കുമ്പോഴുള്ള സുഖം? ഭഗവാന്റെ കഥ
അതൊക്കെ എന്നെ സൂചിപ്പിക്കാൻ പറയണതാ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴുള്ള സുഖം എന്താ അറിയോ? 12:45 കഴിഞ്ഞാൽ ഊണ് കഴിക്കാലോ എന്നുള്ള സുഖം അല്ലേ? ഈ ഊണ് കഴിക്കാലോ എന്നുള്ള സുഖം എത്ര വരെ ഉണ്ടാവും? ഊണ് കഴിച്ചാൽ സുഖായി എന്ന് പറഞ്ഞ് പോയി പ്ലേറ്റ് വാങ്ങിയ ആള് ചോറും സാമ്പാറും കൂട്ടി ആദ്യത്തെ ഉരുളകളും വിഴുങ്ങുമ്പോഴേക്കും സുഖം കൂടുകയോ കുറയോ? ഊണ് കഴിച്ചാൽ സുഖായി എന്ന് പറയണ ആ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സുഖം കൂടുക വേണ്ടത്. പക്ഷേ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കുറയും. നല്ല സിനിമയാട്ടോ, എന്ത് നല്ല സിനിമയാ എന്ന് പറയുന്ന സിനിമ 4 തവണ അതന്നെ കണ്ടാൽ കുറയും. നല്ല പാട്ട് 4 തവണ അതേ പാട്ട് കേട്ടാൽ കുറയും അല്ലേ? ദോശ എനിക്ക് എന്ത് ഇഷ്ടം അറിയോ എന്ന് പറയണ ഒരാൾക്ക് 3 ദിവസം 4 നേരം ദോശ കൊടുക്കുക. പിന്നെ അയാൾക്ക് ദോന്ന് കേട്ടാൽ തന്നെ ദേഷ്യം വരും. അപ്പോ പറഞ്ഞു വരുന്നത് ലൗകികമായ സുഖങ്ങളൊക്കെ സുഖാണ്. പക്ഷേ അത് അനുഭവിക്കും തോറും കൂടുകയല്ല ചെയ്യുക, കുറയുക ചെയ്യുക. ഭാഗവതം തന്നെ ഇതിന് ഉദാഹരണം പറയുന്നത് പ്രഹ്ലാദനാണ്. ലൗകിക സുഖങ്ങളൊക്കെ കണ്ടൂയനേന കരയോ ഇവ ദുഃഖം. ലൗകിക സുഖങ്ങളൊക്കെ ചൊറിയണ സുഖം പോലെ എന്ന് കണക്കാക്കിയാൽ മതി എന്നാ. ലൗകിക സുഖങ്ങള് ചൊറിയണ സുഖം പോലെ അല്ലേ? ചൊറിയുമ്പോ സുഖാണോ? ശരിക്കും ചൊറിയുമ്പോ സുഖാണോ? നിങ്ങളൊന്നും ചൊറിയാറുമില്ലേ? ചൊറിയുമ്പോ സുഖാണോ? അല്ലേ? സുഖാണ്. ചൊറിയുമ്പോ സുഖാണ്. ചിലപ്പോ നമ്മളൊക്കെ ഈ കയ്യ് ഇവിടെ എത്തില്ല ഇതിന്റെ നടുവിലുള്ള പോർഷനില് ചൊറിയാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് കൂട്ടുകാരോ വീട്ടുകാരോ ഉണ്ടെങ്കിൽ ചിലപ്പോ പറയാറില്ലേ? നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാറില്ല? ഞങ്ങളൊക്കെ പറയും, അടുത്ത് നിൽക്കുന്ന ആളോടൊന്ന് ചൊറിഞ്ഞു തരൂ, നിങ്ങൾ പറയാറില്ലേ? അങ്ങനെ അയാളോട് നമ്മൾ പറയും, ഒന്ന് ഇവിടെ ചൊറിഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ അയാൾ ചൊറിയാൻ പുറപ്പെട്ടാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞു കൊടുക്കണ പോലെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അല്പം വലത്തോട്ട് പോവുക, അല്പം മുകളിലേക്ക് പോവുക, അതിന്റെ തൊട്ട് താഴെ അവിടെ നടത്തുക. അവിടെ തന്നെ. എന്തൊരു സുഖം! ഇനിയാണ് എന്റെ ചോദ്യം, ചൊറിയുമ്പോ സുഖാണോ അല്ലയോ? ചൊറിയുമ്പോ സുഖാണോ? ആണോ? അല്ലേ? അതെ. ചൊറിയുമ്പോ സുഖാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖം കിട്ടാൻ ഞാനൊരു പരിപാടി പറഞ്ഞു തരാം. നായ്ക്കുരണപ്പരിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും, അല്ല നായ്ക്കുരണ പൊടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും ഇല്ലേ? അത് കുറച്ച് വീട്ടിൽ സൂക്ഷിക്കാം. വല്ലാണ്ട് ടെൻഷൻ വരുമ്പോ എന്ത് ചെയ്യാം? വല്ലാണ്ട് ടെൻഷൻ, ചൊറിയുമ്പോ സുഖല്ലേ? അപ്പൊ വല്ലാണ്ട് ടെൻഷൻ വരുമ്പോ എന്ത് ചെയ്താൽ മതി? ഇത് കുറച്ചെടുത്തിട്ടിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കാം. അപ്പോഴാണ് ഇനിയാണ് ഞാൻ ചോദിക്കേണ്ടത്, ചൊറിയുമ്പോ സുഖാണോ? അല്ല അല്ലേ? അപ്പോ നേരത്തെ അഭിപ്രായമൊക്കെ മാറിയില്ലേ? ചൊറിയുമ്പോ സുഖാണ്. എപ്പോ? ആദ്യം. കുറച്ച് കഴിയുമ്പോ വേദന തുടങ്ങി, പുകച്ചില് തുടങ്ങി അല്ലേ? അപ്പോ ഇതുപോലെ ഒരേ വസ്തുവിൽ നിന്ന്, ഒരേ കാര്യത്തിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് എപ്പോഴും സുഖം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഒരേ സ്ഥലത്ത് ചൊറിയുമ്പോ കിട്ടുന്ന പോലെ തുടക്കത്തിലുള്ള സുഖം കുറച്ചു കാലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഏതൊരു വസ്തുവിൽ നിന്നായുള്ള സുഖാണെങ്കിൽ ഇങ്ങനെയാണ് അല്ലേ? നിങ്ങൾ നോക്കിക്കോളൂ, മൊബൈല് വാങ്ങിയ സമയത്തുള്ള സ്നേഹം ഇപ്പൊ മൊബൈലിനോടുണ്ടോ? കാറ് വാങ്ങിയ ദിവസമുള്ള സുഖം കാറിനോട് സ്നേഹമുണ്ടോ? അല്ലേ? വണ്ടി വീട്ടിൽ വാങ്ങിയ ദിവസം, ആ വാങ്ങിയ സമയത്തെ എന്തൊരു സ്നേഹമായിരുന്നു. 4 നേരം സോപ്പും ബക്കറ്റും ഒക്കെ എടുത്ത് കുളിപ്പിച്ച ആളാ അല്ലേ? കുറച്ച് ദിവസമേ കുളിപ്പിക്കൂ, പിന്നെ ഇല്ലാണ്ടാവും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതുപോലെ ഏതൊരു വസ്തുവിൽ നിന്നുമുള്ള സുഖം കുറഞ്ഞു വരുമെന്നിരിക്കെ നിത്യമായ ബ്രഹ്മസൗഖ്യം തു അനന്തം, നിത്യമായ ആനന്ദത്തെ തരുന്നതായ ഈശ്വരനെ നിങ്ങൾ അറിയൂ. എങ്ങനെ അറിയണം? മഹൽസേവാം ദ്വാരമാകുരു വിമുക്തേ, മഹാത്മാക്കളായ സജ്ജനങ്ങളായ പരമഭക്തന്മാരായ ഗുരുനാഥന്മാരുമായിട്ടുള്ള സംഘം കൊണ്ട് ഭഗവത് കഥകളിൽ കൂടി, ഭഗവാന്റെ കീർത്തനങ്ങളിൽ കൂടിയിട്ട് അനന്തമായ ആ സച്ചിദാനന്ദത്തെ നിങ്ങൾ അറിയൂ എന്ന് തൻ്റെ മക്കൾക്ക് ഉപദേശം കൊടുത്ത്, ഭരതനെ നിങ്ങൾ എല്ലാ തരത്തിലും അനുസരിക്കൂ എന്ന് ഉപദേശിച്ച് ഋഷഭദേവൻ ഒരു അവധൂതനായിട്ട് ഭ്രാന്തനെ പോലെ സഞ്ചരിച്ചു എന്നും എല്ലാ തരത്തിലുള്ള ലൗകിക ബന്ധങ്ങളെയും കുടഞ്ഞു കളഞ്ഞതായ ആ ഋഷഭദേവൻ
ദക്ഷിണ കർണാടകയിലെ കുടകുവനത്തിൽ മുളകൾ തമ്മിൽ കൂട്ടി ഉരസിയുണ്ടായ കാട്ടുതീയിലേക്ക് തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു എന്നും അന്ന് ഋഷഭദേവനോടൊപ്പം ശരീരത്തെ ത്യജിച്ച സകല പക്ഷി മൃഗാദികൾക്കും ഭഗവാൻ സദ്ഗതി മോക്ഷത്തെ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ഋഷഭാവതാര ചരിതം അവിടെ സമർപ്പിച്ചത്. പിന്നീട് ഭരതചരിതമാണ് വർണ്ണിക്കുന്നത്. അജനാഭം എന്ന് പേരുണ്ടായിരുന്ന നമ്മുടെ ഈ ഭൂമിക്ക് ഭാരതം എന്ന പുണ്യനാമം വരാൻ കാരണഭൂതനായിരിക്കുന്ന ആ പരമയോഗീശ്വരനായ പരമഭക്തനായ ഭരതന്റെ ചരിതം. ഭരതന്റെ ചരിതം ആരംഭിക്കുന്നത് തന്നെ ഭരതസ്തു മഹാഭാഗവത. ഭരതൻ എന്ന മഹാഭക്തൻ അല്ലേ, പരമഭക്തനായിരുന്നു ഭരതൻ എന്ന് പറഞ്ഞിട്ടാണ് ഭരതന്റെ കഥ തുടങ്ങുന്നത് അല്ലേ. ഭക്തന്മാരുടെ കഥ, ഭാഗവതന്മാരുടെ കഥ, അതാണ് ഭാഗവതം മുഴുവൻ. ആരാ ഭക്തൻ? ആരാ ഭക്തൻ? ഇതുപോലെ കഴുത്തിലൊരു ഷാളും കഴുത്തിൽ രുദ്രാക്ഷമാലയും നിറച്ചും ഭസ്മവും കുറെ ചന്ദനക്കുറിയും ഒക്കെ തൊട്ട ആളാണ് ആര്? ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൂജാ സ്റ്റോറിൽ പോയാൽ ഏതൊരാൾക്കും ഭക്തനാവാം അല്ലേ. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോ ഭക്തനും നമുക്ക് ഭക്തിയുണ്ട്, ഭക്തനാണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നടക്കുന്നുണ്ട് അല്ലേ. പോരാത്തതിന് അമ്പലത്തിലൊക്കെ പോയാൽ, ഉത്സവ സമയത്തൊക്കെ പോയാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റ് കേൾക്കാം. എന്ത്? ഭക്തജനങ്ങളെ അനൗൺസ്മെന്റ് കേൾക്കുമ്പോ അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കും, എന്നെ വിളിച്ചു. നമ്മൾ ഭക്തനാണെന്ന് ആര് തീരുമാനിച്ചു? നമ്മൾ ഭക്തനാണെന്ന് ആര് തീരുമാനിച്ചു? നമ്മൾ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അല്ലേ. ഈ ചില സർട്ടിഫിക്കറ്റിലേക്ക് നമ്മൾ തന്നെ ഒപ്പിട്ടാൽ മതി, സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ അത് അത്ര വിലയുള്ള സർട്ടിഫിക്കറ്റ് ആണോ? അല്ല. അതിന് അധികാരിയായിട്ടുള്ള ഒരാള് അതിൽ സീല് വെക്കുമ്പോഴാണ് അത് വിലയുള്ളതാവണത്. ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒപ്പിട്ട സർട്ടിഫിക്കറ്റാ. ഞാനൊരു ഷാള് വാങ്ങി, ഞാനൊരു രുദ്രാക്ഷമാലയിട്ട്, ഞാനിതുപോലെ ചന്ദനക്കുറിയിട്ട്, ഞാനിതുപോലെ വേഷം കെട്ടിയിട്ട്, ഞാനിങ്ങനെ നാമം ജപിച്ചിട്ട് ഞാൻ എന്നെക്കുറിച്ച് വിചാരിക്കുകയാണ് ഞാൻ നല്ല ഭക്തനാണ്. പക്ഷേ ഗുരുനാഥനോ ഗുരുവായൂരപ്പനോ എപ്പോഴാണോ അധികാരപ്പെടുത്തുന്നത് അപ്പോഴും മാത്രമാണ് നമ്മൾ ഭക്തന്മാരാവുന്നത്. ഇവിടെ പരമഭക്തനായിരുന്നു ഭരതൻ എന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ ഭക്തനായിരുന്നു ഭരതൻ എന്ന് നമ്മൾ പറയുമ്പോ, ഭക്തനായിരുന്നു ഭരതൻ എന്ന് ഭാഗവതം പറയുമ്പോ നമ്മളൊരു ചോദ്യം ചോദിക്കും, എപ്പോ എന്ന്. നല്ല ഭക്തനായിരുന്നു ഭരതൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കും, എപ്പോ? അതെന്തിനാ എപ്പോ എന്ന് ചോദിക്കണത്? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ എപ്പോഴൊന്നും ഭക്തി ഉണ്ടാവാറില്ല അല്ലേ. നമുക്ക് എപ്പോഴാ ഭക്തി വരിക? ചില മാസാവണം, ചില ദിവസമാവണം, ചില സമയമാവണം. അപ്പോഴാണ് നമുക്ക് ഭക്തി കൂടുക അല്ലേ. കുട്ടികൾക്കൊക്കെ മാർച്ച് മാസമാകുമ്പോഴല്ലേ ഭക്തി വരിക. മാർച്ച് മാസത്തിലാ കുട്ടികൾക്കൊക്കെ ഭക്തി ഉണ്ടാവുക. എന്തേ? അപ്പോഴാ പരീക്ഷ അല്ലേ. പിന്നെ കല്യാണം കഴിയാനൊരു ഭക്തി, പിന്നെ ജോലി കിട്ടാനൊരു ഭക്തി, പിന്നെ കുട്ടി ഉണ്ടാവാനൊരു ഭക്തി, പിന്നെ കുട്ടിയുടെ കല്യാണം കഴിയാനൊരു ഭക്തി അല്ലേ. അപ്പൊ നമുക്കൊക്കെ ഭക്തി ഓരോ സമയത്ത് വന്ന് ഒരു സമയം കഴിഞ്ഞാൽ പോണ സാധനം അല്ലേ. ഇപ്പൊ എല്ലാവർക്കും ശ്രീരാമനോട് വലിയ ഭക്തിയാ ഈ മാസം. ഇത് കഴിഞ്ഞാൽ പിന്നെ ആ രാമായണം പുസ്തകം എവിടെയാണുള്ളത് എന്ന് അടുത്ത കൊല്ലേ നമ്മൾ തപ്പി നോക്കുള്ളൂ അല്ലേ. കർക്കടക മാസമാകുമ്പോൾ നമുക്ക് ശ്രീരാമനോട് ഭക്തി, ചിങ്ങമാസമാകുമ്പോൾ നമുക്ക് കൃഷ്ണനോട് ഭക്തി അല്ലേ. ശിവരാത്രി ആവുമ്പോൾ ശിവനോട് ഭക്തി, നവരാത്രി ആവുമ്പോൾ ദേവിയോട് ഭക്തി, മണ്ഡലമാസമാകുമ്പോൾ അയ്യപ്പനോട് ഭക്തി. ഇങ്ങനെ ഓരോ മാസത്തെ ഓരോ സമയത്തൊക്കെയാണ് നമുക്ക് ഓരോ ആളെ ഓർമ്മ വരിക അല്ലേ. ഭാഗവത സപ്താഹത്തിന് ഭക്തി കൂടുന്നത് എപ്പോഴാണ്?
സപ്താഹയജ്ഞത്തിന് ഭക്തി കൂടുന്ന സമയപ്പള, സപ്താഹയജ്ഞത്തിന് ഭക്തി കൂടുന്ന സമയപ്പള അറിയില്ല. 12 മണി കഴിയുമ്പോഴാണ് സപ്താഹത്തിന് ഭക്തി കൂടുക. അപ്പൊ ഭക്തന്മാര് നിറയും. ഉച്ച കഴിഞ്ഞാൽ ഭക്തി അങ്ങ് കുറയും. അപ്പോ പറഞ്ഞു വരുന്നത്, ഇതുപോലെ ഒരു സമയത്ത് വന്ന് ഒരു സമയം കഴിഞ്ഞ് പോകുന്ന ഭക്തിയാണ് അധികവും. ഇതിനെയാണ് പണ്ടുള്ള ആൾക്കാർ പാലം കടക്കുവോളമുള്ള ഭക്തിയായിട്ട് പറഞ്ഞത്. അല്ലേ? ഒരാവശ്യത്തിന് പോവുക, ഒരാവശ്യം കഴിഞ്ഞാൽ ആ ഭക്തി കുറയും. അപ്പോ ഈ കാരണങ്ങൾ വെച്ചിട്ടുള്ള ഭക്തിക്ക് ഒരു ന്യൂനത എന്താ അറിയോ? കാരണം കഴിഞ്ഞാൽ പിന്നെ ഭക്തി കുറയും. എന്തെങ്കിലുമൊക്കെ ടെൻഷനും വേവലാതിയൊക്കെ വരുമ്പോഴാണ് ഉള്ള അമ്പലത്തിലേക്കൊക്കെ വഴിപാട് പറഞ്ഞു വയ്ക്കും. അവിടെ പോയി കിടന്നുരുളാം, അവിടെ പോയി തലമുട്ടയടിക്കാം, ഇവിടെ പോയി തുലാഭാരം ചെയ്യാം, എല്ലാം അങ്ങ് പറഞ്ഞു വെക്കും. പിന്നെ കാര്യങ്ങളൊക്കെ നേരെയായി കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കും. പിന്നെ തിരക്കായില്ലേ. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് ഭഗവാന് വഴിപാട് വേണമെങ്കിൽ ആദ്യം ഓർമ്മിപ്പിക്കണം. വല്ല തട്ടോ മുട്ടോ ഒക്കെ വരുമ്പോഴാണ് അയ്യോ എന്തേ വഴിപാട് പറഞ്ഞതാ മറന്നുപോയി, അല്ലേ? അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു സമയത്ത് വന്ന് ഒരു സമയത്ത് നിന്ന് ഒരു സമയത്ത് ഇല്ലാണ്ടാവുന്ന ഭക്തിയല്ല ഭാഗവതം പറയുന്നത്. പിന്നെയോ കുറുവന്തി അഹൈതു കിം ഭക്തിം, ഒരു ഹേതുവുമില്ലാതെ സദാസമയവും ഭഗവാനിലേക്ക് ഒഴുകുന്നതായ ധാരയായ ഭക്തി. അല്ലേ? അതുകൊണ്ടാണ് ഉദ്ധവനൊക്കെ ഭഗവാനോട് പറയുന്നത് രതിസ്യാദനപായിനി. എപ്രകാരമാണോ ഇടമുറിയാതെ ഒഴുകുന്നത് ഗംഗയൊക്കെ, അതേപോലെയുള്ള ഭക്തി എനിക്കുണ്ടാവണം. മുറിഞ്ഞു 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 പോണ ഭക്തിയല്ല, സദാസമയവും ഭഗവാനിലേക്ക് എനിക്ക് ഭക്തി ഉണ്ടാവണം. അത്തരത്തിലൊരു ഭക്തനായിരുന്നു ഭരതൻ. അജനാഭം എന്ന ഈ ഭൂമിയെ ഭംഗിയായിട്ട് ഭരിച്ചു. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഭരതന് തോന്നി, ഇനി ഈ ഭരണാധികാരത്തിൽ ഇരുന്നാൽ ശരിയാവില്ല. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാണ്ടാവും. അല്ലേ? കുറെ പ്രായമായാൽ നമ്മളുടെ ശരീരം നമ്മൾ പറഞ്ഞാൽ അനുസരിക്കോ? ഇരുന്ന സ്ഥലത്തുനിന്ന് വേഗം എണീക്കണം എന്ന് നമുക്ക് മോഹമുണ്ട്. പക്ഷെ ശരീരം പറയും എനിക്ക് അങ്ങനെ ഒന്നും എണീക്കാൻ പറ്റില്ല, മുട്ടുകുത്തി കാലുകുത്തി തൂണു പിടിച്ച് അരമണിക്കൂർ എടുക്കും. അപ്പോ നമ്മുടെ ശരീരം തന്നെ നാളെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കില്ല. സ്വതവേ ഈ വയസ്സായിട്ടുള്ള അച്ഛനമ്മമാർക്കൊക്കെ ഒരു പരാതിയുണ്ട്, അല്ലേ? പരാതിയില്ലേ? നിങ്ങൾക്കൊന്നും പരാതിയില്ലേ? പരാതിയുണ്ട്. എന്താ പരാതി എന്നറിയോ? മക്കള് പറഞ്ഞാൽ അനുസരിക്കണില്ല, മക്കള് പറഞ്ഞാൽ അനുസരിക്കണില്ല. എന്നാ ശരിക്കും നിങ്ങൾ ആലോചിക്കുക, കുറേ പ്രായമായാൽ ആരാ ശരിക്കും പറഞ്ഞാൽ അനുസരിക്കാണ്ടാവുക? മക്കള് പോട്ടെ, നമ്മുടെ ശരീരം നമ്മൾ പറഞ്ഞാൽ അനുസരിക്കൂ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ശരീരത്തെയാണോ മക്കളെയാണോ നമ്മൾ ഏറ്റവും അധികം കാലം സ്നേഹിച്ചത്? മക്കളെയാണോ ശരീരത്തെയാണോ ഏറ്റവും അധികം കാലം സ്നേഹിച്ചത്? ഓ ശരീരത്തെയാണ്. മക്കളെ നമ്മളൊരു 10-20 വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ കാണുന്നുള്ളൂ. അതിനും മുമ്പ് തുടങ്ങിയതാ ഈ ശരീരത്തോടുള്ള സ്നേഹം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ഇതുവരെ എത്ര ചെലവാക്കിയിട്ടുണ്ടാവും? എത്ര സന്തൂറിന്റെ സോപ്പ് ഒരച്ചു കളഞ്ഞു, എത്ര കുട്ടിക്കൂറയുടെ പൗഡർ പൂശിക്കളഞ്ഞു, എത്ര ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, എത്ര മാലയിട്ട് കൊടുത്തു, എത്ര ചന്ദനം ചാർത്തി കൊടുത്തു. എന്നിട്ട് ഈ ശരീരം നാളെ നമുക്ക് പറഞ്ഞനുസരിക്കൂ? കാലിങ്ങോട്ട് വെക്കാൻ പുറപ്പെട്ടാ കാല് അങ്ങോട്ടാ പോവുക, അല്ലേ? അപ്പോ നാളെ നമ്മുടെ ഈ ശരീരം തന്നെ നമുക്ക് വേദന തരുന്നു എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ പിന്നെ ആരാ നമ്മളെ ആശ്വസിപ്പിക്കാനുണ്ടാവുക? അതുകൊണ്ടാണ് ഏകാദശ സ്കന്ധത്തില് 24 ഗുരുനാഥന്മാരെ പറഞ്ഞതായ ഭാഗവതം അവസാനത്തെ ഗുരുനാഥനായിട്ട് ഈ ശരീരത്തെ അവിടെ വച്ചു. ദേഹോ മമ ഗുരു വിരക്തി വിവേക ഹേതു. എന്തിനാ അവസാനത്തെ ഗുരുനാഥൻ ഈ ശരീരം എന്ന് പറഞ്ഞതെന്നാണെങ്കിൽ, നാമവും ജപിച്ചിട്ടില്ല, അമ്പലത്തിലും പോയിട്ടില്ല, ഈശ്വരനെയും വിചാരിച്ചിട്ടില്ല. പക്ഷേ അവസാന നിമിഷത്തെ ആ ഒരു കിടപ്പില് ഇയാൾ ആലോചിക്കാത്രേ, ഞാൻ ഇത്ര കാലം സ്നേഹിച്ച എൻ്റെ ഈ ശരീരം തന്നെ എന്നിങ്ങനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ആരാ ഉള്ളത്? ആ ഒരു സമയത്ത് എനിക്ക് ആരാ ഉള്ളത് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വന്നാൽ അതിനപ്പുറത്തൊരൊറ്റ ഉത്തരേ ഉള്ളൂ, ഭഗവാൻ.
അപ്പൊ ചിലപ്പോ ഈ ശരീരം തന്നെ നമുക്കൊരു ഗുരുനാഥനായിട്ട് തീരും എന്നവിടെ ഓർമ്മിപ്പിച്ചു. ഇവിടെ ഭരതൻ തൻ്റെ മക്കളെ രാജ്യഭരണം ഏൽപ്പിച്ച് ഭാര്യയെയും മക്കളെയും ഒക്കെ വിട്ട് ഭഗവാനെ ഉപാസന ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ഗണ്ഡകീ നദിയുടെ തീരത്ത് ഒരാശ്രമം കെട്ടി അവിടെ താമസം തുടങ്ങി. എല്ലാം ഉപേക്ഷിച്ച് ഭരതൻ കാട്ടിലേക്ക് പോയി. പക്ഷേ നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാത്ത ഒന്നുണ്ട്. നമ്മൾ വേണ്ടാന്ന് വെച്ചാലും നമ്മളെ വേണ്ടാന്ന് വയ്ക്കാത്ത ഒന്നുണ്ട്. എന്താ കർമ്മഫലം എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പൊ രാമായണം വായിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ? ഏറ്റവും വലിയ വേദാന്ത ചിന്ത ഈ ഭാരതഭൂമിയിൽ ഒരു കാട്ടാള സ്ത്രീക്ക് വരെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ രാമന്റെ മഹത്വം പറയുമ്പോൾ, വാൽമീകിയുടെ മഹാത്മ്യം പറയുമ്പോൾ, ഭരതന്റെ കേമത്വം പറയുമ്പോൾ, സീതയുടെ പാതിവ്രത്യം പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? ഇതിനൊക്കെ കാരണക്കാരി രത്നാകരൻ എന്ന ഒരു കാട്ടാളന്റെ ഭാര്യയാണ്. ഒരു വിവരമില്ല എന്ന് നമ്മൾ കരുതുന്ന ആ കാട്ടുവാസിയുടെ ഭാര്യ പറഞ്ഞ വേദാന്ത തത്വം എന്താ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. ഇതൊക്കെ ബൈഹാട്ട് പഠിച്ചു വെച്ചിട്ടുമുണ്ട്. താൻ അനുഭവിച്ചിടുമെന്നേ വരൂ. ഇവിടെ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും അനുഭവിക്കാനുള്ള കർമ്മഫലം നമ്മളെ തേടിയെത്തും. ഇല്ലെങ്കിൽ ആ സമയാവുമ്പോ നമ്മൾ അങ്ങോട്ടേക്ക് എത്തും. ചില സന്ദർഭത്തിൽ നമുക്ക് തോന്നാറില്ലേ, എന്തിനാ ആ സമയത്ത് എനിക്ക് എന്തിനാ അങ്ങനെ തോന്നിയത്? ഒരാവശ്യം ഉണ്ടായിട്ടില്ല. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് പായ വിരിച്ച് കിടന്നതാ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ തോന്നി കോണി ചാരി വെച്ചിട്ട് തേങ്ങ എടുത്താലോ എന്ന്. കോണി ചാരി വെച്ചു. ഏറ്റവും മുകളിലെ സ്റ്റെപ്പിലെത്തിയപ്പോ കാല് തെറ്റി താഴെ വീണു. പ്ലാസ്റ്റർ ഇട്ട് കിടക്കുമ്പോ ഇയാൾ ആലോചിക്കുക, എന്തിനാ ആ സമയത്ത് എനിക്ക് തേങ്ങ? ഒരാവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ സമയത്ത് തോന്നും, തേങ്ങ എടുക്കണമെന്നും തോന്നും. അതുവരെ കാണാത്ത കോണി എന്ന് മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ സർവവിധത്തിലും ഭരതൻ ഈശ്വരനെ ഉപാസന ചെയ്തുകൊണ്ട് കാട്ടിൽ കഴിയുമ്പോൾ ഒരിക്കൽ അദ്ദേഹം ഒരു രംഗം കണ്ടു എന്നാണ്. എന്താ രംഗം? സിംഹത്തെ പേടിച്ച് പൂർണ്ണഗർഭിണിയായ ഒരു മാൻപേട അവിടെ ഉണ്ടായിരുന്ന നദിയിലേക്ക് എടുത്തു ചാടുന്നു. ആ നദിയിൽ വെച്ച് ഈ മാൻപേട പ്രസവിക്കുന്നു. തള്ളമാൻ മറുകരയ്ക്ക് കയറി അവിടെ ചത്തു വീഴുന്നു. ഇപ്പൊ ഭരതൻ നോക്കുമ്പോ ആ പ്രസവിച്ച് വീണ മാൻകുട്ടി വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ശ്വാസം കിട്ടാതെ വിഷമിക്കുക. ഭരതന് തോന്നി, എന്തു വേണം? ഈ മാൻകുട്ടിയെ താൻ പോയി രക്ഷിച്ചാൽ ഒരു കുഴപ്പമുണ്ട്. എന്താ അറിയോ? തനിക്ക് ഈ മാൻകുട്ടിയോട് സ്നേഹം വരും. തൻ്റെ മനസ്സിന് ആ മാൻകുട്ടിയോട് സ്നേഹം വന്നാൽ പിന്നെ നാളെ അത് വലിയ ബുദ്ധിമുട്ടാവും. നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താ അറിയോ? ഏതൊരു വസ്തുവിലേക്കും ഏതൊരാളിലേക്കും വളരെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ട്? നമ്മുടെ മനസ്സിനുണ്ട്. 4 ദിവസം ഒരു കസേര ഇരുന്ന 5-ാം ദിവസം ആകുമ്പോൾ ഇത് എന്റെ കസേരയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. സപ്താഹത്തിനൊക്കെ 7 ദിവസം ഒറ്റ തൂണിന്റെ ചോട്ടിലിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതെന്റെ സീറ്റ് എന്നൊക്കെ തോന്നാൻ കാരണം എന്താ വെച്ചാൽ മനസ്സിന്റെ ഒരു സ്വഭാവം അത്. അപ്പൊ എല്ലാ തരത്തിലും നമ്മുടെ മനസ്സിന്റെ ഒരു സ്വഭാവം എന്താ? വളരെ പെട്ടെന്ന് അറ്റാച്ച്മെന്റ് വരും. അപ്പൊ സ്വന്തം ഭാര്യയെ മക്കളെ ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വന്ന താൻ ഒരു മാനിനെ എടുത്തു കഴിഞ്ഞാൽ തനിക്ക് ആ മാനിനോട് സ്നേഹം വന്നാലോ? അതുകൊണ്ട് എടുക്കണ്ടെന്ന് ആദ്യം തീരുമാനിച്ചു. അതേസമയം മറുഭാഗത്ത് ഭരതന്റെ അനുഭവിക്കാനുള്ള പ്രാരബ്ധം ഭരതനെ കൊണ്ട് ചിന്തിപ്പിച്ചു. ഒരു മാൻകുട്ടി ജീവന് വേണ്ടിയിട്ട് മുമ്പിൽ വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോ താൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ഗായത്രി മന്ത്രം ജപിച്ചിട്ട് ഫലം? ആ മാൻകുട്ടിയെ രക്ഷിക്കേണ്ടത് ഞാനല്ലേ എന്നൊക്കെ തോന്നി ഭരതൻ എടുത്തു ചാടി ആ മാൻകുട്ടിയെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു. ഭരതൻ മാൻകുട്ടിയെ അങ്ങ് രക്ഷിച്ചതും ഭാഗവതം പറഞ്ഞു, പെട്ടു. ഒരു ജീവനെ രക്ഷിച്ചത് നല്ല കാര്യല്ലേ? ഒരു മാൻകുട്ടിയെ രക്ഷിച്ചത് പുണ്യമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അപകടം എന്താതെയോ? രക്ഷിച്ചതല്ല അപകടം, പിന്നെയോ ഞാൻ രക്ഷിച്ചു എന്നുള്ളതാണ് അപകടം. കാരണം ഞാൻ വിചാരിച്ചാൽ എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല.
അല്ലേ? ഞാൻ വിചാരിച്ചാൽ എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ എങ്ങനെയാ വേറൊരാളെ രക്ഷിക്കുക? അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാ. പ്രഹ്ലാദൻ പറയും, സ്വതവേ ഈ ലോകത്തിൽ എല്ലാവർക്കും ഓരോ വിചാരമുണ്ട്. അല്ലേ? ഭാര്യമാർക്കൊരു വിചാരം. എന്താ ഭാര്യമാരുടെ വിചാരം? എന്താ ഭാര്യമാരുടെ വിചാരം? ഞങ്ങളുള്ളത് കൊണ്ടാ ഭർത്താവ് എന്ന് പറയുന്ന ആളിങ്ങനെ ജീവിക്കണത്. ഞങ്ങളില്ലെങ്കിൽ കാണായിരുന്നു ഇയാള്. ഭർത്താവിന്റെ വിചാരം എന്താ? ഞാനുള്ളത് കൊണ്ടാ. മക്കളുടെ വിചാരം എന്താ? ഞങ്ങളുള്ളത് കൊണ്ടാ അച്ഛനമ്മമാരുടെ വിചാരം എന്താ? ഞങ്ങൾ സംരക്ഷിക്കുന്നത് കൊണ്ടാ മക്കള്. എന്നാൽ പ്രഹ്ലാദൻ പറയുന്നു, ഭഗവാനെ, അങ്ങയുടെ കാരുണ്യമില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെയുണ്ടോ? അല്ലേ? അപ്പൊ എന്നിൽ കൂടി എൻ്റെ മകനെ രക്ഷിക്കുന്നത് ഭഗവാനാണ്, എന്നിൽ കൂടി എൻ്റെ ഭാര്യയെ രക്ഷിക്കുന്നത് ഈശ്വരനാണ്, എന്നിൽ കൂടി എൻ്റെ അച്ഛനമ്മമാരെ രക്ഷിക്കുന്നത് ഈശ്വരനാണ് എന്ന് ചിന്തിച്ചാൽ കുഴപ്പമില്ല. ഞാൻ രക്ഷിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അപകട. കാരണം ഞാൻ തന്നെ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാനാവില്ല. എന്നിട്ടല്ലേ വേറൊരാളെ. ഭരതൻ മാൻകുട്ടിയെ കൊണ്ടുവന്ന ആശ്രമത്തിലേക്ക് വന്നു. ഓരോ ദിവസം കഴിയും തോറും ഭരതന് മാൻകുട്ടിയോടുള്ള സ്നേഹം കൂടി വരാൻ തുടങ്ങി. മാൻകുട്ടിയോട് സ്നേഹം കൂടുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് ഭഗവാനോടുള്ള സ്നേഹം കുറയാൻ തുടങ്ങി. അല്ലേ? ഭാര്യയെ ഉപേക്ഷിച്ച്, മക്കളെ ഉപേക്ഷിച്ച്, കുടുംബം ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ച് ഇനി 24 മണിക്കൂറും ഭഗവാന്റെ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു പുറപ്പെട്ട ആൾക്ക് മാൻകുട്ടിയെ കുളിപ്പിക്കണം, അതിനെ താരാട്ടുപാടി ഉറക്കണം, അതിനെ കണ്ണെഴുതിക്കണം, അതിന് കറുകപ്പുല്ല് പറിച്ചു കൊണ്ടുവരണം, അതിനെ മടിയിൽ കിടത്തി ഉറക്കണം, അതിൻ്റെ ഒപ്പം തുള്ളിക്കളിക്കണം, അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ മുണ്ടലക്കണം, തൻ്റെ കുളി കഴിയണം, തൻ്റെ ഭക്ഷണം ഉണ്ടാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഭരതന് സമയില്ല. നമ്മളൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണുണ്ടല്ലോ, കലിയുഗത്തിൽ ഏറ്റവും അധികം നമ്മൾ പറയണ വാക്കേതാ? കലിയുഗത്തിൽ ഏറ്റവും അധികം പറയണ വാക്ക് സമയില്ല. അല്ലേ? എന്തൊരു തിരക്കാ. ഈയിടെ ഒരു കൂട്ടുകാരൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇപ്പൊ എനിക്കൊന്നും പറയാൻ സമയമില്ല, എനിക്കിപ്പോ ചാവാൻ കൂടി സമയമില്ല, അത്ര തിരക്കാ. അപ്പൊ അങ്ങനെ സമയില്ല എന്ന് പറയണതായ നമ്മള് ഈ ഭരതനെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭേദ. കാരണം ഒരു മാൻകുട്ടി കാരണം ഭരതന് ഭഗവാനെ സ്മരിക്കാൻ സമയമില്ലാണ്ടായി. കാരണം എന്താ അറിയോ? ഭരതന്റെ മനസ്സിൽ ഇപ്പോ തനിക്ക് മാൻകുട്ടി മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത വന്നു. മുമ്പ് തനിക്ക് രാജ്യമുണ്ടല്ലോ, അധികാരമുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, പ്രജകളുണ്ടല്ലോ. മുമ്പ് സ്നേഹം ഡിവൈഡ് ചെയ്തിട്ട് പലർക്കും കൊടുത്തത് കൊണ്ട് ഒന്നില്ലാണ്ടായാലും ഇതുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കൂടിയിട്ട് ഒരു മാൻകുട്ടിയിലേക്ക് വച്ചപ്പോ എന്തായിന്നറിയോ? ഈ മാൻകുട്ടി ഇല്ലെങ്കിൽ എനിക്കിനി ആരുമില്ല എന്ന ഭാവത്തിലേക്ക് എത്തി. അല്ലേ? ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരു പേഴ്സ് വിൽക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അല്ലേ? ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, ATM കാർഡ്, ഇങ്ങനെ കാർഡിലാണല്ലോ നമ്മുടെ ജീവിതം. ഈ കാർഡുകളെല്ലാം ചേർത്ത് വെക്കുന്ന ഒരു പേഴ്സ് കണ്ടിട്ടില്ലേ? ആ പേഴ്സിൽ വെച്ച എന്താ സൗകര്യം? പോണുണ്ടെങ്കിൽ ഒന്നാകെ അങ്ങ് പോയിക്കോളൂ. അല്ലേ? അപ്പോ മറ്റേത് ഏതെങ്കിലും ഒരു കാർഡ് ബാക്കി ഉണ്ടാവും. ഇതുപോലെ എല്ലാം കൂടി ഒരു മാൻകുട്ടിയിലേക്ക് സ്നേഹം വന്നപ്പോ എന്തായിന്നറിയോ? ഈ മാൻകുട്ടിയില്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ആരുമില്ല എന്ന് തോന്നലുണ്ടായി. സദാസമയവും അതിനെ സ്നേഹിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഭഗവാനെ ഉപാസിക്കാനുള്ള ഉപാസന കുറഞ്ഞു. 1008 ഗായത്രി ജപിച്ച ഭരതൻ 1008 108ആയി, 108 56ആയി, 56 36ആയി, 24ആയി, 14ആയി, 4ആയി, ഇപ്പൊ ഒന്നും ഇല്ലാണ്ടുമായി. അഥവാ സന്ധ്യയ്ക്ക് നാമം ജപിക്കാതിരുന്നാലും മാൻകുട്ടി പുറത്തേക്ക് പോയാൽ ഭരതന്റെ മനസ്സ് മുഴുവൻ മാൻകുട്ടിക്ക് വല്ല ആപത്തും പറ്റുമോ? ഇങ്ങനെ മാൻകുട്ടി എന്ന് ചിന്തിച്ചു ഭരതൻ മരിച്ചു. അടുത്ത ജന്മം മാനായി തന്നെ ജനിച്ചു. പക്ഷേ പൂർവജന്മ സ്മരണ കൊണ്ട് ആ ജന്മത്തെ വീണ്ടും ഉപേക്ഷിച്ചതായ ഭരതന് ഭഗവാൻ മനുഷ്യജന്മത്തെ കൊടുത്തു. ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ജന്മം. അല്ലേ? ഈച്ച, പൂച്ച, പാറ്റ, പന്നിയായി 84 ലക്ഷം യോനികളിൽ മാറി ജനിച്ച് അവസാനം ഈശ്വരനെ അറിഞ്ഞ് ഉപാസന ചെയ്യാൻ കിട്ടിയ ഏറ്റവും ഉയർന്ന ജന്മമാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ 18ാമത്തെ പടിയ.
എന്താ 18-ാം പടിയുടെ പ്രത്യേകത? 18-ാം പടി എന്ന് കേട്ടിട്ടുണ്ടോ? 18-ാം പടി എന്താ 18-ാം പടിയുടെ പ്രത്യേകത? ഇനി ഒരു പടി മുകളിലേക്ക് കയറിയാൽ നമുക്ക് ഭഗവാനെ കാണാം. എന്നാ അതുമാത്രല്ല, ഒന്ന് കാല് തെറ്റിയാൽ പിന്നെ അടുത്ത കാലത്തൊന്നും പടി കയറാൻ പറ്റും തോന്നുന്നില്ല. അപ്പോ ഉയരം കൂടുന്തോറും വീഴ്ചയ്ക്ക് ശക്തി കൂടും അല്ലേ? അതുകൊണ്ടാണ് പണ്ടൊക്കെയുള്ള ആൾക്കാര് ഭാഗവതം നിലത്തിരുന്ന് കേൾക്കണം എന്ന് പറയണത്. പണ്ടൊക്കെ ഭാഗവതം നിലത്തിരുന്ന് കേൾക്കണം എന്ന് പറയണത് ഇതുകൊണ്ടാ. കാരണം ഉറങ്ങിയാലും വീഴില്ല. കസേരയുടെ മുകളിലൊന്നും ഉറങ്ങണവരാ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ പിടിയില്ലാത്ത കസേരയാവുമ്പോൾ വീഴാൻ എളുപ്പമാണ്. അപ്പോൾ ഉയരം കൂടുമ്പോഴാണ് വീഴുവോന്ന് നമ്മൾ പേടിക്കേണ്ടത്. അപ്പോൾ 84 ലക്ഷം യോനികൾ കഴിഞ്ഞ് ഇങ്ങനൊരു മനുഷ്യജന്മത്തിലേക്ക് നമ്മൾ എത്തി എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ഇനി മുകളിലേക്ക് കയറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, താഴേക്ക് വീഴാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ആരെ പിടിക്കണം? വീഴാൻ പോണ ആളെ പിടിക്കണം അല്ലേ? വീഴാൻ പോണ ആളെ പിടിക്കണം. എന്നാലോ അയാളും വീഴും, നമ്മളും വീഴും. അപ്പൊ വീഴണ സമയത്ത് നമ്മൾ വീഴാത്ത ആളെ പിടിക്കണം. ച്യുതി എന്ന് പറഞ്ഞാൽ വീഴ്ച. ച്യുതി ഇല്ലാത്തവനാണ് ആര്? അച്യുതൻ. അതുകൊണ്ട് തന്നെ ഭാഗവത ധർമ്മം മന്യേ അകുതശ്ചിൽ ഭയം അച്യുതസ്യ ഭുജോപാസനമത്ര നിത്യം. അച്യുതന്റെ പാദങ്ങളെ ആശ്രയിക്കൂ. പ്രാരബ്ധങ്ങളിൽ തളരാതെ പുഞ്ചിരിച്ച കൃഷ്ണന്റെ പാദങ്ങളെ ആശ്രയിക്കൂ അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ കൃഷ്ണന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ നമുക്ക്? ശരിക്കും കൃഷ്ണൻ അനുഭവിച്ച അത്ര ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു? കൃഷ്ണന്റെ ജീവിതത്തിൽ കൃഷ്ണൻ നേരിട്ട അത്ര പ്രതിസന്ധികൾ നമുക്കുണ്ടോ? അല്ലേ? കൽത്തുറുങ്കിനകത്ത് ജനിച്ച നിമിഷം മുതൽ സ്വന്തം അച്ഛനമ്മമാരെ പിരിഞ്ഞ് 12 വർഷം, പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ, അഖൻ, ഭഗൻ തുടങ്ങിയിട്ടുള്ളതായ ദുഷ്ടന്മാരുടെ ആക്രമണങ്ങൾ, സ്വന്തം അമ്മാമൻ തന്നെ ഏറ്റവും വലിയ ശത്രു. പോരാ അല്ലേ? നമുക്കൊക്കെ ഒരു കല്യാണം കഴിച്ചാൽ മതി. അയ്യയ്യോ, പ്രാരബ്ധത്തിന് പിന്നെ വേറെ എവിടെയും പോണ്ട. 16,000-ത്തിലധികം ഭാര്യമാര്. ഒടുവിൽ സ്വന്തം കുടുംബം, സ്വന്തം മക്കള് പറഞ്ഞാൽ അനുസരിക്കാതെ അഹങ്കാരം തലയിൽ കയറി മദ്യം കഴിച്ച് മദം പിടിച്ച് പരസ്പരം വെട്ടിമരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് പുഞ്ചിരിച്ച് ആ അവതാരം സമർപ്പിച്ചു ഭഗവാൻ. എങ്കിൽ ഈ പ്രാരബ്ധത്തിലൊന്നും തളരാതെ തളരുന്ന നമ്മളെ കൈപിടിച്ചുയർത്തിയ ആ അച്യുതന്റെ, ആ കൃഷ്ണന്റെ പാദത്തെ ആശ്രയിക്കൂ എന്നാണ് സർവവിധത്തിലും ഭാഗവത ധർമ്മം. അത്തരത്തിൽ ഭഗവാനെ ആശ്രയിക്കാനായിട്ട് ആ ഒരു മനുഷ്യജന്മം ഭരതന് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ ജന്മത്തിൽ ആരോടും ബന്ധമില്ലാതെ, ലോകത്തോട് ബന്ധമില്ലാതിരിക്കാൻ മൂകനായി തീർന്നു. ജഡഭരതൻ എന്ന പേരിൽ ആരോടും സംസാരിക്കാത്തതായ ഭരതനെ ലോകം ഭ്രാന്തൻ എന്ന് വിളിച്ചു. പരാതിയോ പരിഭവമോ ഇല്ലാതെ ആ ലോകത്തിന്റെ മുൻപില് പരമയോഗീശ്വരനായ ഭരതൻ വളർന്നു. ആ ഇടയ്ക്ക് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് നരബലിക്കായിട്ട് കാട്ടുകൊള്ളക്കാര് കൂട്ടിക്കെട്ടി കൊണ്ടുവന്നതായ ഭരതൻ, ആ ഭരതനെ കൊള്ളക്കാര് ഭദ്രകാളി ദേവിയുടെ തിരുസന്നിധിയില് ബലിക്കലിലേക്ക് അവിടെ കിടത്തിയതായ സമയത്ത് ബ്രഹ്മതേജസ അതിദുർവിഷഹമാണേന ദന്തഹ്യമാനേന വപുഷാ സഹസാ ഉച്ചചാടസൈവ ദേവി ഭദ്രകാളി. തൻ്റെ മുൻപില് ബലിക്കല്ലിൽ കിടക്കുന്ന പരമയോഗീശ്വരനായ ഭരതന്റെ ആ പരമജ്ഞാനത്തെ, പരമഭക്തിയെ കണ്ട് സാക്ഷാൽ ജഗദംബിക ഭദ്രകാളി ദേവി ശ്രീലകത്ത് നിന്നും സ്വരൂപത്തിൽ അവതാരം ചെയ്ത് സകല ദുഷ്ടന്മാരെയും നിഗ്രഹിച്ച് ഭരതനെ തൻ്റെ 8 തൃക്കരങ്ങളും വെച്ച് ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിച്ചു.